ലൈംഗിക പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സിഐ അഭിലാഷ് ഡേവിഡാണ് പേരാമ്പ്രയിൽ തന്നെ മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ എംപിയുടെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചിത്രങ്ങളും വീഡിയോകളും സഹിതം ഇക്കാര്യം വ്യക്തമാക്കിയത്. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16 സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ്. പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടു എന്ന വാർത്ത വന്നതാണ്. പോലീസ് സൈറ്റിൽ ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റി. വഞ്ചിയൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ. സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഈ പോലീസുകാരൻ അടക്കം ഉള്ളവരുടെ രേഖകൾ പോലീസ് ആസ്ഥാനത്തില്ല എന്നതാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി. ഇത്തരം അക്രമികളായ പോലീസുകാരെ ആരും അറിയാതെ പുനർനിയമിപ്പിച്ചത് കൊണ്ടാണ് ആ രേഖകൾ പുറത്തുവിടാത്തത് എന്ന് ഷാഫി ആരോപിച്ചു. അതേസമയം പിരിച്ചുവിട്ടതിനെതിരെ അഭിലാഷ് നൽകിയ അപ്പീലിൽ പിന്നീട് ഇൻക്രിമെന്റ് റദ്ദാക്കി തിരിച്ച് എടുത്തിരുന്നതായും വിവരമുണ്ട്. ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ 6 റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും ഉപയോഗിച്ചു. ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് തലേ ദിവസം മുതൽ അവിടെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം. അവിടെ സംഘർഷം ഉണ്ടാകരുത് എന്ന് ഈ സംഘർഷമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ ചെന്നിരുന്ന് പറഞ്ഞതാണ് ഞങ്ങൾ. സംഘർഷം വർദ്ധിപ്പിക്കാനല്ല പോയത്. ഒരു കോളേജ് ഇലക്ഷനിൽ 25 വോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുത് എന്ന പിടിവാശി പോലീസ് എടുത്തു. പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്തിട്ടും പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല. അവിടെ അന്നും CPM പ്രകടനം നടന്നു. FIR-ൽ എഴുതി വെച്ചിരിക്കുകയാണ് 500ഓളം LDF പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞു പോയി എന്ന്. UDF പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നു എന്നൊക്കെയാണ് വാദം. പാർട്ടി സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെയല്ലേ പോലീസ് കാര്യങ്ങൾ എഴുതി ചേർത്തത്? ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു മർദ്ദനം നടന്നിട്ടേയില്ല എന്ന്. അപ്പോഴേക്കും വ്യാജ പ്രചാരണങ്ങൾ ആരംഭിക്കുകയായിരുന്നു. അവിടെ ലാത്തി ചാർജ് നടന്നു എന്നറിയാഞ്ഞിട്ടൊന്നുമല്ല. ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴി തിരിച്ചുവിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു. ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വൽ പുറത്തു വന്നത്. അതുവരെ മർദ്ദനം ഏറ്റിട്ടില്ല. അത് മഷിയാണ്, പെയിന്റ് ആണ്, കുപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു. എന്തായാലും തെളിവ് സഹിതമാണ് ഷാഫി എത്തിയത്. ഇനി ഷാഫി പുറത്തുവിട്ട ആ ദൃശ്യങ്ങൾ കൃത്യമായി ഒന്ന് കാണാം. ഈ നാടിന്റെയും താല്പര്യത്തിനും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് പോലീസിന്റെ അടുത്ത് എല്ലാവരും ഒന്ന് പോലീസിന്റെ അടുത്ത് പ്രവർത്തകന്റെ ഈ നാടിന്റെയും താല്പര്യത്തിനും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് പോലീസിന്റെ അടുത്ത് എല്ലാവരും ഒന്ന് പോലീസിന്റെ അടുത്ത്